ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനി നയനയുടെ സകല കള്ളത്തരങ്ങളും പിടിച്ചെടുത്തിരിക്കുക. അപ്പോൾ ഓരോ ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയൊന്നുമില്ല, മുത്തശ്ശൻ്റെ കോളോ, ഞാൻ മുത്തശ്ശനൊന്നും വിളിച്ചില്ലല്ലോ എൻ്റെ പൊന്നേട്ടത്തി, ഞാൻ എല്ലാം വിളിച്ചിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഏട്ടത്തി മുത്തശ്ശനെ വിളിച്ചതും മുത്തശ്ശനോട് സംസാരിച്ചു, അതേപോലെ തന്നെ ഞാൻ വീട്ടിലേക്ക് ചെന്നേ നേരെ മുത്തശ്ശനെ കയ്യോടെ പിടികൂടി. അതിനുശേഷം മുത്തശ്ശൻ പറഞ്ഞു തൻ്റെ ആദർശ് കൊച്ചുമോനെ തനിക്കൊരിക്കലും വെറുക്കാനായിട്ട് പറ്റില്ല എന്നും, പക്ഷേ ആദർശ് മോനെ ഈ സത്യങ്ങളൊന്നും അറിയാൻ പാടില്ലെന്നും നയനക്കെല്ലാം അറിയാമെന്നും ഒക്കെ എന്നോട് പറഞ്ഞു എൻ്റെ ഏട്ടത്തി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നയന ഒന്ന് സ്തംഭിച്ച് നിൽക്കുകയാണ്. ഓ, അപ്പോൾ മുത്തശ്ശൻ അനിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലേ? ആ, പറഞ്ഞു. പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഏട്ടത്തി. കാരണം എന്താണെന്നറിയാവോ, എനിക്കറിയാമായിരുന്നു ഒരിക്കലും ആദർശേട്ടനെ വെറുക്കാനായിട്ട് മുത്തശ്ശന് പറ്റില്ല എന്ന്. അത്രയ്ക്കും ഒരുപാട് സ്നേഹിച്ചൊരു കൊച്ചുമോനാണ് ആദർശേട്ടൻ. അപ്പോൾ ആദർശേട്ടനെ എന്തുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ അകറ്റി നിർത്തുന്നു എന്ന് ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ലേ അതിൻ്റെ കാര്യങ്ങളുടെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലായത്. ഏട്ടത്തിയും ആ കള്ളത്തരം കണ്ടുപിടിച്ചല്ലേ, അതുകൊണ്ടായിരിക്കും ഏട്ടത്തിയോടും മുത്തശ്ശൻ മിണ്ടിയത്. അതേടാ അനി, എനിക്ക് മുത്തശ്ശനോട് മിണ്ടാതിരുന്ന് കഴിഞ്ഞപ്പോഴേക്കുവേ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു, വല്ലാത്തൊരു വീർപ്പ് മുട്ടൽ. അങ്ങനെയാ മുത്തശ്ശൻ്റെ സകല കാര്യങ്ങളും ഞാൻ കണ്ടുപിടിച്ചത്. ഇപ്പോൾ നമുക്ക് മൂന്നൂർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അതെനിക്കറിയാം. ഏതായാലുമേ ഞാനേ മുത്തശ്ശനെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി മുത്തശ്ശനെ വിളിക്കുക. അപ്പോൾ ഹലോ, എന്താണ് അനി എന്ന് ചോദിച്ചപ്പോഴേക്കും, അതേ മുത്തശ്ശൻ്റെ പ്രിയപ്പെട്ട നയനമരിമോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്താ, ഞാൻ കൊടുക്കട്ടെ? മൂർത്തീസ് കമ്പനിയുടെ വമ്പൻ ഡിസൈനർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. മുത്തശ്ശ, ദേ മോളെ നയനെ, ദേ അവനെല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്നെക്കൊണ്ട് പറയിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവനോട് പ്രത്യേകം പറഞ്ഞേക്കണം, ആദർശ് മോൻ ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല എന്ന്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, അത് നിറവേറ്റുന്നത് വരെ ആദർശ് മോൻ ഈ സത്യങ്ങളൊന്നും അറിയരുത് നയന എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനി ഒരിക്കലും ആ കാര്യങ്ങളൊന്നും പറയാനായിട്ട് പോകുന്നില്ല. മുത്തശ്ശ, അവൻ എനിക്ക് പൂർണ്ണ വിശ്വാസമാണെന്ന് പറയണം. ശരി, ആയിക്കോട്ടെ, എങ്കിൽ പിന്നെ ഫോൺ വെച്ചേക്കാം. പക്ഷെ ഞാനേ ആ സമയത്ത് മോള് കമ്പനിക്ക് വിജയം നേടിക്കൊടുത്തല്ല, ആ സമയത്ത് ഞാൻ വിളിക്കാൻ പാടില്ലായിരുന്നല്ലേ. എന്തായാലും വിളിച്ചു. ഏതായാലും മൂന്നാമതൊരാളും കൂടി അറിഞ്ഞു, ഇനി വേറൊരാൾ അറിയാനായിട്ട് പാടില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുകയാണ്. അപ്പോൾ അനിയാണെങ്കിൽ സന്തോഷത്താൽ മദ്യം പറഞ്ഞു നിൽക്കുകയാണ്. ഏട്ടത്തി, പക്ഷേ ഇത്രയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷെ അതിനുപരിയായിട്ട് എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് ഇടറി നിൽക്കുകയാണ് ഏട്ടത്തി. ഞാൻ ആത്മഹത്യയുടെ വക്കീലാണിപ്പോൾ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോണം. നീ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അതേ ഏട്ടത്തി, ഈ ഒരു നിശ്ചയത്തിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. എൻ്റെ ഒരു ഇഷ്ടം പോലും നോക്കാതെയാണ് ഇവർ നിശ്ചയം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് അവന്തികയെ കല്യാണം കഴിക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല ഏട്ടത്തി. ഞാനിപ്പോൾ എന്ത് പറയണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ചിലപ്പോൾ ആ നിശ്ചയം നടക്കുന്ന ആ സമയത്ത് ഞാൻ ഉണ്ടാവില്ല, ഞാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകും ഏട്ടത്തി. അതാണ് ഇപ്പം എൻ്റെ ഒരു മാനസികാവസ്ഥ എന്നൊക്കെ അനി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയപ്പോൾ നയനയ്ക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. ദൈവം ഇനി എന്ത് ചെയ്യും? അവൻ പറഞ്ഞതുപോലെ തന്നെ വല്ല ആത്മഹത്യക്ക് ഒരുങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടും, പിന്നെ അവിടെ നിന്ന് വല്ല നാട് വിട്ട് പോയി കഴിഞ്ഞാൽ അതും പണി കിട്ടും. ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് നയന. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ്. അപ്പോൾ ആദർശ് മാളവികയെ കാണാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ മാളവികയോട് കാര്യങ്ങളെല്ലാം പറയണം. മാളവികയെ നിൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് പറയുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും, എന്താ സാറേ, എന്നെ കൊല്ലാനായിട്ട് ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോഴേക്കും, അതുകൊണ്ട് തന്നെയല്ലേ എനിക്കൊരു അജ്ഞാത മെസ്സേജ് വന്നായിരുന്നു, നിൻ്റെ ജീവന് ആപത്താണ്, അതുകൊണ്ട് നിന്നെ രക്ഷിക്കണമെന്ന്. ഇനി മാളവിക അവിടെ നിൽക്കേണ്ട, മാളവികയെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിക്കോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, സാറിന് പേടിയാണോ? എനിക്ക് പേടിയൊന്നുമില്ല സാറേ, പക്ഷെ നിനക്ക് പേടി ഉണ്ടാവില്ല മാളവികയെ. പക്ഷേ നിൻ്റെ ഭർത്താവിനോട് ഞാൻ എന്ത് സമാധാനം പറയും? എന്നെ വിശ്വസിച്ചാണ് നിൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ നിന്നെ വിട്ടത്. നിനക്കൊരാപത്തും വരില്ല എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. പക്ഷേ നിനക്കൊരാപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല മാളവികയെ. അതുകൊണ്ടാണ് പറയുന്നത്, നീ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കോ. ഇല്ല സാറേ, എനിക്കിനി അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങാനായിട്ട് പറ്റില്ല. കാരണം എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അബിയെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. അബി എന്നോട് കുറച്ച് അടുത്തൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പ്രണയിക്കുന്ന പെണ്ണുങ്ങളോടെ ചില ആണുങ്ങളൊക്കെ സത്യങ്ങൾ മുഴുവനും തുറന്നു പറയും. അതേപോലെ തന്നെ അബി എന്നോട് സത്യങ്ങൾ പറയാനായിട്ട് ഒരുങ്ങി ഇങ്ങനെ നിൽക്കുക. അപ്പം അറിയാം യഥാർത്ഥത്തിൽ ആ AN ജ്വല്ലറിയുടെ ഓണർ ആരാണെന്ന്. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം എളുപ്പമായില്ലേ സാറേ. ഇത് കിട്ടിയപ്പോഴേക്കും ആദർശാണെങ്കിൽ അത് തന്നെയാണ് മാളവികയെ ഞാൻ പറഞ്ഞത്.
അഭി എങ്ങനെയെങ്കിലും കയ്യിലെടുത്തോളണമെന്ന്. അവൻ പല തന്ത്രങ്ങൾ ഉപയോഗിക്കും. ഈ പെണ്ണുങ്ങൾ, സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെയൊക്കെ കാണുമ്പോൾ അവന് വല്ലാത്തൊരു വെപ്രാളമാണ്. അതുകൊണ്ടാണ് അവൻ എന്തെങ്കിലും പറഞ്ഞു വന്നാൽ ആ ഒരു നേക്കിൽ നിൽക്കണമെന്ന് ഞാൻ മാളവികയോട് പറഞ്ഞത്. അതേ സാറേ, ഞാൻ പറഞ്ഞല്ലോ, ഇനി അധികം താമസിയാതെ എല്ലാ സത്യങ്ങളും അഭി എന്നോട് തുറന്നു പറയും. അതിനു വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യാം. പക്ഷേ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് ഒരുത്തൻ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് വീഡിയോ എടുക്കുക. അപ്പോൾ ഈ നാഗേന്ദ്രൻ്റെ ഏതെങ്കിലും ശിങ്കടികളായിരിക്കും അവർ. അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തുകയാണ്. അതെ, ഇനി അഭിയെ കൊണ്ട് തന്നെ സത്യങ്ങൾ പറയിപ്പിക്കണം, എന്നാലല്ലേ ശരിയാവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പുറയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ അജ്ഞാതൻ ആരാണ്, നമുക്ക് ഓരോരോ മെസ്സേജുകൾ വിട്ടു തരുന്നത് ആരാണ്, അവരെയും കൂടി നമുക്ക് കണ്ടെത്തിയ മതിയാവുള്ളൂ മാളവികയെ എന്ന് പറയുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ്. അപ്പോൾ അനിയാണെങ്കിൽ നല്ല സ്പീഡിൽ ഇങ്ങനെ പാഞ്ഞു വരുന്നത് നന്ദുവിനെ കണ്ടിട്ടാണ്. നന്ദു സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുക. നന്ദുവിനെ എത്ര ഹോൺ അടിച്ചിട്ട് നന്ദു ഈ സ്കൂട്ടർ നിർത്തുന്നുമില്ല. അങ്ങനെ സ്കൂട്ടറിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന വണ്ടി ഇങ്ങനെ വട്ടം വെക്കുകയാണ്. വട്ടം വെച്ചതിന് ശേഷം അനി അവിടെ ദേഷ്യത്തോടു കൂടി തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട്, നന്ദു എന്ത് പരിപാടിയാണ് നന്ദു കാണിക്കുന്നത്? എത്ര പ്രാവശ്യം ഞാൻ ഹോൺ അടിക്കുന്നു? നന്ദു വണ്ടിയിലോട്ട് കയറിയേ? ഇല്ല, നീ പോകാൻ നോക്ക്. ഞാൻ വണ്ടിയിലേക്ക് കയറുന്ന പ്രശ്നമില്ല. എന്താ നിനക്ക് പറ്റിയത്? എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ലെന്നേ. നന്ദു, നീ കയറുന്നുണ്ടോ? നിന്നെ വലിച്ചടിച്ച് ഞാൻ വണ്ടിയിലോട്ട് കയറ്റണോ എന്നിങ്ങനെ അനി ഇങ്ങനെ കയർത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇനി കാര്യങ്ങൾ വഷളാകുമെന്ന് നമ്മുടെ നന്ദുവിനറിയാം. അങ്ങനെ നന്ദു നേരെ വണ്ടിയിലേക്ക് കയറുകയാണ്. അപ്പോൾ അനി ചോദിക്കുകയാണ്, വാ, ഇങ്ങോട്ട് പോകണം. നീ എങ്ങോട്ട് വേണമെങ്കിലും പറഞ്ഞോ, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയണം. വേണ്ട, നീ എനിക്ക് എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ പറ, എന്നിട്ട് എനിക്ക് പോകുക തന്നെ ചെയ്യണം. എന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് നീ എന്തിനെന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? അതിന് മാത്രം തെറ്റ് ഞാൻ എന്ത് ചെയ്തു? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം അത് ശരിയാവില്ല, അത് അവസാനിപ്പിച്ചേര്. അത് ശരി. അപ്പോൾ ആ ഒരു കാര്യം അവസാനിപ്പിക്കാനായിട്ട് നീ തയ്യാറെടുത്തിരിക്കുകയാണല്ലേ? അങ്ങനെ നിനക്ക് പറ്റുമോ? പക്ഷേ എനിക്ക് പറ്റില്ല നന്ദു, അത് ഞാൻ ഉറപ്പിച്ച് പറയുന്ന കാര്യം തന്നെയാണ്. ഇവിടുത്തെ എൻ്റെ നിശ്ചയം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ആ നിശ്ചയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പോകണം തന്നെയാണ് എൻ്റെ താല്പര്യം. നമുക്ക് രണ്ടുപേർക്കും എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോകണം നന്ദു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് നടക്കാത്ത കാര്യമാണ് അനി. ഒരിക്കലും അതിന് ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ നിന്നെയും കൊണ്ട് ഒളിച്ചോടാനൊന്നും എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. കുടുംബത്തെ മറന്നുകൊണ്ട് എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യില്ല. നീ അങ്ങനെ ചെയ്യില്ല. പക്ഷേ എൻ്റെ ജീവിതമാണ് അവതാളത്തിലാവുന്നത്. അതെ, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. നമ്മുടെ കമ്പനി നല്ല ഉയരങ്ങളിലേക്ക് പോയല്ലോ, ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ സമയത്ത് ഇങ്ങനൊരു വിഷമവും കൂടി എനിക്ക് താങ്ങാനായിട്ട് കഴിയില്ല നന്ദു. പിന്നെ നയനേടത്തിയുടെ കയ്യിൽ നിന്നും ചിലയൊരു രഹസ്യങ്ങളൂടെ കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അതെന്താണെന്നൊക്കെ ഞാൻ നിന്നോട് പറയാം. നീ അത് വണ്ടിയിൽ നിന്ന് ഇറങ്ങ്. ചില കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് സംസാരിക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിനെ വിളിച്ചിറക്കുക. അതേസമയം തന്നെ നമ്മുടെ ഡേവിഡിനെയും അതേപോലെ തന്നെ നാഗേന്ദ്രനെയും കാണിക്കുക. അപ്പം നാഗേന്ദ്രൻ ആകെ ഭയങ്കര ചൂടായി വഷളായിട്ട് അങ്ങ് നിൽക്കുകയാണ്. അവളായിരിക്കും ആ മാളവികയാണ് ഇതിന് പിന്നിൽ നിന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ അഭിയെ സൂക്ഷിക്കണം. അഭിയോട് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അഭിയോട് പറയാനായിട്ട് പാടില്ല. ഇല്ല സാറേ, എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ, മാളവിക നമ്മളുടെ വിടക്കേറി ചാരത്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതെന്താ സാറിന് അങ്ങനെ ഒരു സംശയം വരാനുള്ള കാരണം? അല്ലെ, ഈ മാളവിക ആരാണെന്ന് തനിക്ക് അറിയാവൂടെ ശരിക്കും? അവിടെ മൂർത്തീസ് കമ്പനിയിൽ ജോലി ചെയ്ത ഒരു പെണ്ണാണ്, ഡിസൈനറാണ് എന്ന് പറയണം. അതെനിക്കറിയാം സാറേ, അവളെന്നോടത് പറഞ്ഞായിരുന്നു. അതെ, വെറും ഡിസൈനറല്ല. മൂർത്തീസ് കമ്പനിയിൽ ചില പെണ്ണുങ്ങളൊക്കെ മൂർത്തീസ് കമ്പനിയോട് ഭയങ്കര കൂറ് പുലർത്തുന്ന കുറേ പെണ്ണുങ്ങളുണ്ടായിരുന്നു. അതിലൊരു കൂട്ടത്തിലുള്ള ഒരാളാണ് മാളവികയും. അങ്ങനെ മാളവിക ഇവിടെ കൂടി എത്തിയത് ഇനിയിപ്പോൾ ആദർശമൊക്കെ പറഞ്ഞിട്ടാണെങ്കിലോ, നമ്മളുടെ ഈ ജ്വല്ലറി തകർക്കാൻ വേണ്ടി ചാരപ്പണിയുമായിട്ട് വന്നതാണെങ്കിലോ മാളവിക, അങ്ങനെയാണെങ്കിൽ പണി പാളൂല്ലേടോ. സാറേ, അങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നല്ലേ സാറേ? അങ്ങനെയായിരുന്നെങ്കിൽ പ്രശ്നമാകുമല്ലോ സാറേ. അതാ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ പ്രശ്നമാകും. അതുകൊണ്ട് നമ്മൾ ഏതായാലും മാളവികയെ നിരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. താൻ ഏതായാലും ഒരു ഡിസൈൻ ആക്ക്. ആ ഡിസൈന് അവൾക്ക് കൊടുക്കണം. എന്നിട്ട് അതിലൊരു ഡിസൈൻ ഉണ്ടാക്കാനായിട്ട് പറയണം. അവൾ എന്താ ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണുമല്ലോ. അവളിനി ആരെങ്കിലും സഹായം തേടുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തേടുന്നുണ്ടെങ്കിൽ അവൾ ഉറപ്പായിട്ടും ഈ കമ്പനിയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്, ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളങ്ങനെ വെച്ച് പൊറപ്പിക്കാനായിട്ട് പാടില്ല. പക്ഷേ അഭി ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അവളെ പ്രൊട്ടക്ഷൻ ചെയ്യാനായിട്ട് നോക്കും.
അപ്പോൾ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനും ഈ അബി സമ്മതിക്കില്ല. അതാണ് ഞാൻ പറയുന്നത് അബി ഈ കാര്യം അറിയരുതെന്ന്. അബിയുടെ മനസ്സിലേക്ക് മാളവിക കടന്നുകൂടി ചെന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സൂക്ഷിച്ചാൽ മതിയുള്ളൂ. സാറേ, അങ്ങനെ ഒരു കാര്യം ഇവള് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം സാറേ. അങ്ങനെ നമ്മുടെ കമ്പനി കയറി വന്നിട്ട് അങ്ങനെ തകർത്തടിക്കാനായിട്ട് പാടില്ലല്ലോ സാറേ. നമ്മൾ അത്രയ്ക്ക് നല്ല സാലറിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുന്നതല്ലേ അവളെ. അതെ, അത് തന്നെയാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ നമുക്ക് വേറൊരു ഡിസൈനറും കൂടി കണ്ടെത്തണം, നല്ലൊരു ഡിസൈനറെ. എന്നിട്ട് മാളവികയെ എന്നേക്കുമായി ഇല്ലാതാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാളവിക. അപ്പം മാളവിക കുറച്ച് ഡിസൈനെല്ലാം നയനയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നയന ആ ഡിസൈനുകളെല്ലാം ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ഡിസൈനുകളെല്ലാം ഇങ്ങനെ നോക്കി ഇതിപ്പോൾ തന്നെ കുറച്ച് നമുക്ക് മാളവിക അയച്ചു കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നയന കുറേ അയച്ചു കൊടുക്കുകയാണ്. അതെല്ലാം ഈ മാളവിക പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കുറേ ഇതൊക്കെ നോക്കുകയാണ്. അങ്ങനെ നോക്കിയതിന് ശേഷം ഈ മാളവിക നേരെ ഡേവിഡിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ ഡേവിഡിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഡേവിഡിന് ഈ ഡിസൈനുകളെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. ആഹാ, കൊള്ളാലോ, നല്ല നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. ഏതായാലും മാളവിക നല്ലൊരു ഡിസൈനറാണല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ടെൻഷനില്ല. എന്ത് ഡിസൈനറായിട്ട് എന്താണ് കാര്യം സാറേ, നമ്മൾ ഈ പ്രാവശ്യം തോറ്റുപോയില്ലേ. നമ്മൾ അവരുടെ മുന്നിൽ തോറ്റ് തലകുരിച്ച് നിൽക്കേണ്ട ആവശ്യം വന്നില്ലേ. അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ടെന്നേ. ഈ തോൽവിയൊക്കെ ആദ്യ സംഭവം അല്ലല്ലോ. തോൽവി ഉണ്ടാവും, വിജയം ഉണ്ടാവും ഒരു ബിസിനസ് ആകുമ്പോഴത്തേക്കും. അതിനെക്കുറിച്ച് ഓർത്തൊന്നും മാളവിക കൂടുതൽ മനസ്സ് കുഴപ്പിക്കാനായിട്ട് നിൽക്കണ്ട. പറയുന്ന പോലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, അതുമാത്രം മതി എന്നൊക്കെ പറയാണ്. പിന്നെ അബിക്കാണെങ്കിൽ മാളവികയെക്കുറിച്ച് പറയാനായിട്ട് 100 നാവാണ്. മാളവികയെ എങ്ങോട്ടും പറഞ്ഞു വിടരുതെന്ന അബിയുടെ ഉത്തരവ് എന്ന് പറഞ്ഞപ്പോഴേക്കും മാളവികയ്ക്ക് ചെറിയൊരു സന്തോഷമൊക്കെ തോന്നുക. അങ്ങനെ മാളവിക അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. പിന്നീട് നമ്മുടെ അനിയൻ നന്നുകൂടി സംസാരിക്കുകയാണല്ലോ. അപ്പോൾ അനി പറയാണ്, അതെ, ഈ കൊച്ചുമക്കൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ മുത്തശ്ശൻ ആരും. പിന്നെ കൊച്ചുമക്കൾ കഴിഞ്ഞിട്ട് എന്നിട്ടാണോ ആദർശേട്ടനെ മാറ്റി നിർത്തിയിരിക്കുന്നത്, ആദർശേട്ടൻ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്? അത് എന്നിട്ടാണോ? നയനേടത്തിയോടും വലിയ അടുപ്പമൊന്നുമില്ല മുത്തശ്ശന്. എടി നന്ദു, നിനക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മുത്തശ്ശനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. എൻ്റെ മുത്തശ്ശനെ ഫാമിലി കഴിഞ്ഞിട്ടേ വേറെ ആരും ഉള്ളൂ. പിന്നെ ഞാൻ കള്ളങ്ങൾ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞില്ലേ, ഏട്ടത്തിക്കേ ഒരു ധാരണ ഉണ്ടായിരുന്നു ഞാൻ നിന്നെ കാണാൻ വേണ്ടിയാണ് അവിടെ വന്നതെന്ന്. ആ ധാരണയെല്ലാം ഞാൻ തിരുത്തി കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ വന്നതെന്തിനാണെന്നറിയാമോ? നിന്റെ ചേച്ചിയുടെ ഒരു കള്ളത്തരം പൊളിച്ചെടുക്കാൻ വേണ്ടിയാണ്. അത് ഞാൻ പൊളിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ മുത്തശ്ശനും അതേപോലെ തന്നെ കൊച്ചുമക്കളും തമ്മിൽ യാതൊരു പ്രശ്നമില്ലെന്നൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷേ ആദർശേട്ടൻ ഈ സത്യങ്ങൾ അറിയാൻ പാടില്ല. നയനേട്ടത്തി സത്യങ്ങളെല്ലാം മുത്തശ്ശനിൽ നിന്ന് അറിഞ്ഞു. അതിനുശേഷം മുത്തശ്ശനെ ഞാൻ കാണുകയുണ്ടായി. മുത്തശ്ശനും എന്നോട് സത്യങ്ങളെല്ലാം പറയേണ്ടി വന്നു. നയനേട്ടത്തിയും മുത്തശ്ശനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, വഴക്കുമില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദുവിന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ആണോടാ നീ പറഞ്ഞ മുഴുവൻ സത്യം തന്നെയാണോ? ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. പക്ഷേ എൻ്റെ മുന്നിൽ ഇപ്പോൾ പ്രശ്നമായിട്ട് നിൽക്കുന്നത് എനിക്ക് ഈ അവന്തികയുടെ കാര്യം ആലോചിച്ചിട്ട് തന്നെയാണ്. അത് ഞാൻ മുത്തശ്ശനോട് എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്ത് ചെയ്യാനാണ്? ആദർശേട്ടനെ പോലെ തന്നെ അനി നിന്റെ കാര്യത്തിൽ മുത്തശ്ശന് വലിയ താല്പര്യമാണ്. നിന്നെയും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ ഈ കല്യാണം നടത്താൻ വേണ്ടി മുൻകൈയെടുത്ത് ഇറങ്ങിയിരിക്കുന്നത്. എന്ത് ചെയ്യും നന്ദു? ആകെ പെട്ടുപോയൊരവസ്ഥയിലാണ്. ഞാൻ ആകെ സങ്കടപ്പെട്ടു. എനിക്ക് ഉറക്കമില്ല, ഊണില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയില്ല. എനിക്ക് എവിടെയെങ്കിലും ഓടിപ്പോകാനാണ് തോന്നുന്നത്. അതേപോലെ എൻ്റെ മനസ്സ് തുടുത്തിരിക്കുകയാണെന്നൊക്കെ പറയണത് കേട്ടപ്പോഴേക്കും നന്ദു ആശ്വസിപ്പിക്കുകയാണ്. എടാ അതിന് ടെൻഷൻ ആവല്ലേ, ദൈവം എന്തെങ്കിലും വഴി നമുക്ക് കാണിച്ചു തരും, അപ്പം നമുക്ക് നോക്കാന്നേ, നീ ടെൻഷൻ ആവല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അനിയെ സമാധാനിപ്പിക്കുക. പിന്നീട് ഡേവിഡും അതേപോലെ തന്നെ നാഗേന്ദ്രനും കൂടി ആ ഒരു സീൻ കാണുകയാണ്. നാഗേന്ദ്രൻ കാണിച്ചു കൊടുക്കുകയാണ് ഡേവിഡിന്. കണ്ടോ അവൾ എന്താ ചെയ്യുന്ന നോക്കിക്കണ്ടേ, അവൾ എന്തോ പ്രിൻ്റ് എടുക്കുകയാണല്ലോ. അതേന്നേ, നമ്മൾ കൊടുത്ത ഡിസൈൻ അവർക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് ആരോ ഇവൾക്ക് ഡിസൈൻ അയച്ചു കൊടുത്തിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ടാണ് എടുക്കുന്നത്. മനസ്സിലായോ? അയ്യോ സാറേ, ഇത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ സാറേ. അത് തന്നെയല്ലോ തന്നോട് ഇത്ര നേരം പറഞ്ഞത്, അവൾ ചെയ്യുന്നത് വലിയ ചതി തന്നെയാണെന്ന്. തനിക്കപ്പോൾ അതൊന്നും വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ഇപ്പം എന്തായി എടോ, നമ്മൾ തോറ്റ സമയത്തില്ലേ, കോമ്പറ്റീഷൻ്റെ സമയത്ത് നമ്മൾ തോറ്റു. അപ്പോൾ മൂർത്തീസ് കമ്പനി വിജയിച്ചു. അപ്പം അവളൊരു സന്തോഷം കാണുമായിരുന്നു മുഖത്തത്തെ. ആണോ സാറേ? അവിടെ അത്രയ്ക്ക് സന്തോഷമോ? തൻ്റെ കണ്ണ് എവിടെയായിരുന്നു എടോ? തനിക്ക് പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ലേ? തന്നെയൊക്കെ വെച്ച് എന്നെ വേണം തല്ലാനായിട്ട്. അവളുടെ മുഖത്ത് അത്രയ്ക്കും സന്തോഷമായിരുന്നു. ഇപ്പം മനസ്സിലായല്ലോ അവൾ ചാരപ്പണി ചെയ്യാൻ വേണ്ടി എന്നോട് വന്നതെന്ന്. ഇനി അവളെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. എന്താണ് സാറേ, എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? അവളെ കൊല്ലണം, അല്ലാതെ വേറൊരു വഴിയില്ലല്ലോ.
മാളവിക എന്ന് പറഞ്ഞൊരു ഡിസൈനർ ഇനി വേണ്ട. അവളെ തീർത്ത് കളയണം. അവളെ തീർക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് വേണ്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് എനിക്കറിയാം എന്നൊക്കെ ഈ നാഗേന്ദ്രൻ പറയുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നത് തന്നെ. നന്ദി, നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.